പന്തീരാങ്കാവ് സ്ത്രീധന പീഡന കേസ് പ്രതി രാഹുലിന്റെ അമ്മയും സഹോദരിയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. യുവതിയെ ആക്രമിച്ച സംഭവത്തിൽ പങ്കില്ലെന്ന് കാണിച്ചാണ് രാഹുലിന്റെ അമ്മയും സഹോദരിയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. മുഹമ്മദ് ഷഹീദ് നൽകും വിവരങ്ങൾ. ഷഹീദ്, പോലീസ് കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യത കണ്ടുകൊണ്ടാണോ ഈ നീക്കം? ആശുപത്രിയിൽ കഴിയുന്നു എന്നാണല്ലോ നേരത്തെയൊക്കെ അറിഞ്ഞത്. എന്താണിപ്പോൾ ഹർജിയുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? പ്രതീക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുലിന്റെ അമ്മയും സഹോദരിയും. അതായത് പോലീസ് തങ്ങളെ ഈ കേസിലേക്ക് വലിച്ചിഴക്കുകയാണ്, വേട്ടയാടുകയാണ്. നേരത്തെ ഈ കേസിൽ തങ്ങളെ ഈ പെൺകുട്ടി മൊഴി നൽകിയിരുന്നില്ല, തങ്ങൾക്കെതിരെ മൊഴി നൽകിയിരുന്നില്ല. പിന്നീട് രക്ഷിതാക്കളുടെ പ്രേരണ പ്രകാരമാണ് ഈ യുവതി തങ്ങൾക്കെതിരെ മൊഴി നൽകിയത്. പിന്നീട് പോലീസ് നിരന്തരം ഫോണിൽ വിളിച്ച് അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇത് പോലീസിന്റെ വീഴ്ച മറച്ചുവെക്കാൻ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ നിരന്തരമായി വാർത്ത നൽകുന്നത് കൊണ്ട് മാധ്യമങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് പോലീസ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത്. കാരണം തങ്ങൾ ഈ കേസിൽ പ്രതിയല്ല, പ്രതികളാവേണ്ട സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ മാതാവും സഹോദരിയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദീകരിച്ചിരിക്കുന്നത്. സ്ത്രീധന നിരോധന നിയമപ്രകാരം ഇവർക്കെതിരെ കേസെടുക്കാനാണ് പോലീസിന്റെ നീക്കം. കഴിഞ്ഞ 2 ദിവസമായി ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ രാഹുലിന്റെ അമ്മയ്ക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണെന്ന് കാണിച്ച് ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. തുടർന്ന് ഇന്ന് വീണ്ടും നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനിടയിലാണ് ഇപ്പോൾ ഇരുവരും കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. സുധീഷ്. ശരി, മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. പന്തീരാങ്കാവ് കേസിൽ രാഹുലിന്റെ അമ്മയും സഹോദരിയും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു.